അതായത് നമ്മൾ ഒരു കച്ചവടക്കാരൻ എന്നുള്ള രീതിയിലല്ല, നമ്മളെ പറ്റിച്ച് മാക്സിമം അവർ നിങ്ങൾ അന്ന് പറഞ്ഞ ഡയലോഗാണ്. നമ്മുടെ ഒരു ഫീൽഡ് അല്ലാത്തതുകൊണ്ട് നമുക്കത് ആൾക്കാരത്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഒരു 90% ആൾക്കാരും ജെന്യൂനായിട്ട് ചെയ്യണം, ഒരു 10% ആൾക്കാരാണ്. പക്ഷേ ഞാൻ നിങ്ങളുമായിട്ട് ആകെ ബന്ധം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫോൺ കോളിലേക്കുള്ള ബന്ധം മാത്രമേ ഉള്ളായിരുന്നു. വളരെ ലേറ്റായി, അതായത് വണ്ടി എടുത്ത് 1 ഇയർ ആവാൻ ഒരാഴ്ച ആയപ്പോഴാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഡെലിവറിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് ഉസ്മാൻ ഖാനെ പരിചയപ്പെടുത്തേണ്ട ഒരാൾ തന്നെയാണ്. ഇത് ഉസ്മാൻ ഖാൻ്റെ സുഹൃത്ത്. ഒന്ന് പറഞ്ഞു കൊടുക്കുക, രണ്ടാളും പരിചയപ്പെടുത്തി കൊടുക്കുക. എൻ്റെ പേര് ഉസ്മാൻ, ഞാൻ കൊല്ലത്തു നിന്നാണ്. എൻ്റെ പേര് ഷുഹൈബ്. നമ്മൾ സ്ഥിരം സഫാരി കാഴ്സിൻ്റെ അൻഫാലിൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവരാണ്. നമ്മൾ സ്ഥിരം അൻഫാലുമായിട്ട് വരുന്നവരാണ്, നമ്മൾ കാണുന്നവരാണ്. പലപ്പോഴും വണ്ടിയുടെ കാര്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 1-2 വണ്ടികൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വണ്ടി വരുമ്പോൾ നമുക്ക് എടുക്കണമെന്ന് പറഞ്ഞ് അൻഫാലുമായിട്ട് സംസാരിച്ച് നമ്മൾ ഇന്നിപ്പോൾ ഒരു വണ്ടി കണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഡെലിവറിക്ക് വേണ്ടി വന്നതാണ്. അതായത് ഉസ്മാൻക്ക് നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമായില്ലേ? 1 വർഷത്തോളം ആവുന്നു. പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇപ്പം ഇതിപ്പോൾ എൻ്റെ ഒരു സ്ഥാപനം കണക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 1-1.25 വർഷം കൊണ്ട് ഇവിടെ ഒരു കുറേ തവണയായിട്ട് ഞാൻ കൂടുതൽ അൻഫാലുമായിട്ട് ബന്ധമില്ലെങ്കിലും എനിക്ക് 2-3 അനിയന്മാരും ഇവിടെ ഉണ്ട്. അഫ്സീനും ഹംദാനും ഏത് സമയത്തും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ അറ്റൻഡ് ചെയ്യുകയും തിരിച്ചു വിളിക്കുകയും എൻ്റെ ഒരു 4-5 വണ്ടിയോളം ഇവിടെ എടുക്കുകയും അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ കഥ തന്നെയാണ്. നമ്മളും വണ്ടി പരിപാടിയായിട്ട് തുടങ്ങണം എന്നുള്ള രീതിയിൽ കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്തു. ഡൽഹിയിൽ നിന്നായിരുന്നു ഞാൻ വണ്ടി എടുത്തിരുന്നത്. വണ്ടി എടുത്തു ഒരു 6 മാസം. നമ്മൾ പുതിയ ഫീൽഡായിരുന്നു, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് സർവീസ് ഫീൽഡായിരുന്നു. അപ്പം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് പ്രചോദനമായിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു 4-5 വണ്ടി എടുത്തു. നമ്മുടെ ഒരു ഫീൽഡ് അല്ലാത്തതുകൊണ്ട് നമുക്കത് ആൾക്കാരത്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ പേര് കുറച്ച് കടന്നുപോയി, ഒരു 6 മാസം 7 മാസം കടന്നുപോയി. അവിടെ കുറച്ച് ഇതണക്കുള്ള കച്ചവടക്കാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമ്മളെ മാക്സിമം പറ്റിക്കാൻ അവർ നോക്കിയത്. അതായത് നമ്മൾ ഒരു കച്ചവടക്കാരൻ എന്നുള്ള രീതിയിലല്ല, നമ്മളെ പറ്റിച്ച് മാക്സിമം അവർ നമ്മളിൽ നിന്ന് വണ്ടി എടുക്കാനാണ് നോക്കുന്നത്. ആ സമയത്താണ് ആക്ച്വലി ഞാൻ അൻഫാലിനെ ഒന്ന് വിളിക്കുന്നത്. ഞാൻ കുറേ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അൻഫാലിനെ വിളിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക് ഇന്നും മറക്കാൻ പറ്റത്തില്ല എനിക്ക്. നിങ്ങൾ പറഞ്ഞ ആ വാക്ക് തന്നെയാണ് ഞങ്ങളെ സത്യം പറഞ്ഞാൽ ഇവിടം വരെ എത്തിച്ചതും. ഇപ്പം ഇവിടെ ഇനി എന്ത് വണ്ടി എടുത്താലും നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഇത് വെച്ചിട്ടേ നമ്മൾ വണ്ടി ഓടിക്കത്തോളൂ എന്ന് വരെ വിചാരിച്ചത് അതിൻ്റെ റീസൺ കൊണ്ടാണ്. നിങ്ങൾ അന്ന് പറഞ്ഞ ഡയലോഗാണ്, ഒരു ബുദ്ധിമുട്ടുന്ന ഒരാളെ ഞാൻ സഹായിച്ചാൽ പടച്ചോൻ എന്നെ സഹായിച്ചോളൂ. അതാണ് നിങ്ങൾ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ വാചകം. അതെ, അതിനപ്പുറം വേറെ ഒന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വണ്ടി എടുക്കാൻ വരുന്ന എല്ലാവരുടെ അടുത്തും പറയാനുള്ളതും അത് തന്നെയാണ്. വിശ്വാസമാണ് പ്രധാനം, വേറെ ഒന്നുമല്ല. നിങ്ങൾ അന്ന് പറഞ്ഞു, രണ്ടാമത് എൻ്റെ അടുത്തൊരു വാക്കും കൂടെ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനിവിടെ ഉണ്ടല്ലോ, നിങ്ങൾ വണ്ടി അടിഞ്ഞ് പോരേന്. അങ്ങനെ 5 വണ്ടി ഇവിടെ കൊടുത്തു. 5 വണ്ടി നമ്മൾ ഇവിടെ തന്നെയാണ് വിറ്റതും. അതും എല്ലാം വണ്ടിയും നല്ല വണ്ടികളായിരുന്നു. പക്ഷേ അവിടുത്തെ ആൾക്കാരും കച്ചവടക്കാരും നമ്മളെ മാക്സിമം പറ്റിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഞാനും നിങ്ങളുമായിട്ട് ആകെ ബന്ധം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫോൺ കോളിലേക്കുള്ള ബന്ധം മാത്രമേ ഉള്ളായിരുന്നു. അന്ന് എൻ്റെ അടുത്ത് അൻഫാൽ പറഞ്ഞ ആ വാക്കാണ്, നിങ്ങളിവിടെ വന്നോ ഞാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ ആ ഒരു വിശ്വാസം ഞങ്ങൾ കണ്ടിട്ടുമില്ല. നമ്മൾ ആക്ച്വലി അന്ന് ഇവിടെ വരുമ്പോഴാണ് കാണുന്നത് പോലും. അപ്പോൾ അന്ന് ഉസ്മാൻ ഖാനെ നമുക്കും സഹായിക്കാൻ പറ്റിയ വണ്ടികളൊക്കെ എത്രയും പെട്ടെന്ന് സെയിൽ ചെയ്ത്. അതെ ഫുള്ള് നല്ല റേറ്റിന് തന്നെ. എനിക്ക് കറക്റ്റ് ഒരു ഡീലർക്ക് എന്താണോ ലാഭം കിട്ടേണ്ട ആ റേറ്റിന് തന്നെയാണ് നിങ്ങളത് വിറ്റ് തന്നത്. അതെ അത് നമ്മൾ പർച്ചേസ് ചെയ്യാതെ ഉസ്മാൻ ഖാക്ക് പാർക്ക് ആൻഡ് സെയിലാണ് കൊടുത്തത്. അപ്പോൾ ഉസ്മാൻ ഖാക്ക് നമ്മളൊരു ഓപ്ഷൻ കൊടുത്തു. പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡീലർ പ്രൈസ് പറഞ്ഞു കൊടുത്തു, കസ്റ്റമർക്ക് കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമർക്കുള്ള പ്രൈസ്. അങ്ങനെ ഉസ്മാൻ ഖാ ഇവിടെ പാർക്ക് ആൻഡ് സെയിലിന് വെച്ചു. നമ്മളത് വൃത്തിക്ക് ഉസ്മാൻ ഖാക്ക് സെയിൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ബന്ധം ഇനി മരണം വരെ നിലനിൽക്കും. നമ്മൾ അതാണ് പരിചയപ്പെടുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മളെ സുഹൃത്തുക്കൾ ഒരുപാടുപേരുമായിട്ട് നമ്മളിപ്പം ബന്ധപ്പെടാറുണ്ട്. നമുക്ക് മലപ്പുറത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പം ട്രിവാൻഡ്രത്ത് കൊല്ലത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ഓപ്ഷൻ ചോദിക്കുമ്പോൾ, കാര്യം നമ്മളിപ്പോൾ വണ്ടി എടുത്തത് കൊണ്ട് പലരും ഇപ്പോൾ നമ്മളെടുക്ക അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ വണ്ടിയിൽ ഒരുപാട് ഇൻവോൾവ് അല്ല. ഇപ്പോൾ പക്ഷേ നമ്മളോട് ചോദിക്കുന്ന സുഹൃത്തുക്കളെടുക്കാൻ നമ്മൾ പറയുന്നത് ഒരൊറ്റ പേര് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, സഫാരി കാഴ്സ് അൻഫാൽ. പോവാം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ട്രസ്റ്റിയാണ് അൻഫാൽ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് നമ്മൾ പറയുന്നത് നമ്മുടെ ഷോപ്പ് നിങ്ങൾ ചെന്നോളാനാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം നമ്മൾ പരിചയമായി. അത്രത്തോളം കാര്യം നമ്മൾ മാനസികമായിട്ട് ഒരുപാട് അടുത്ത് അൻഫാലുമായിട്ട്. ഈ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ കള്ളത്തരം നടക്കുന്ന ഒരു ഫീൽഡാണ്. ഞങ്ങൾക്ക് ഇതിലോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായതൊരു സംഭവമാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് മാത്രമേ ഇത് വിൽക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ വളർച്ച. അതാണ് നമ്മൾക്ക് ഇവിടെ നമുക്കിപ്പോൾ കൊടുക്കുകയാണെങ്കിലും എടുക്കുകയാണെങ്കിലും നമുക്ക് ചെയ്തേ പറ്റും. അപ്പോഴേ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ.
ഇതിലിപ്പോൾ ഒരു 100% കച്ചവടക്കാരിൽ ഒരു 90% ആൾക്കാരും ജെന്യൂനായിട്ടാണ് ചെയ്യണത്. ഒരു 10% ആൾക്കാരാണ് ബാക്കിയുള്ളവർക്കൊക്കെ പറഞ്ഞ മാതിരി പേരുദോഷം ഉണ്ടാക്കുന്നത്. ഇതിലിപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ വേറൊരു കേസ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു വണ്ടിയുടെ NOC വളരെ ലേറ്റായി. അതായത് വണ്ടി എടുത്ത് 1 ഇയർ ആവാൻ ഒരാഴ്ച ആയപ്പോഴാണ് ഹംദാൻ ഇടപെട്ടിട്ട് എനിക്കത് ക്ലിയർ ചെയ്ത്. ഞാൻ ഇത് വണ്ടി എടുത്ത ഓണറെ വിളിച്ചു. ഓണർ ഫോൺ എടുക്കത്തില്ല. ഒരു വട്ടം എടുത്തു, കാര്യം സംസാരിച്ചു, പുള്ളി കട്ട് ചെയ്ത് കളയുക. ഇതിൻ്റെ എനിക്ക് ഇടയ്ക്ക് ഇടനിലെന്ന ഒരു ഏജന്റ് പയ്യനുണ്ടായിരുന്നു. അവൻ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞാൽ എൻ്റെ ബാധ്യത കഴിഞ്ഞു, ഞാൻ നിങ്ങൾക്ക് NOC എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തും ഹംദാനെ വിളിച്ച് പറഞ്ഞു, സ്പോട്ടിൽ തന്നെ ഹംദാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഡീറ്റെയിൽ എനിക്ക് അയക്ക്, ഞാൻ ക്ലിയർ ചെയ്യാം. അതായത് പറഞ്ഞു എനിക്കൊരു അന്യനെ പോലെ അവൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും സ്പോട്ടിൽ വിളിച്ചിട്ട് അതിന് ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ റിപ്ലൈ തരും. കാരണം വേറെ എവിടെ നമ്മളൊരു ഷോറൂമിൽ പോയാലും നമ്മളെ അടുത്ത സുഹൃത്തുക്കളായ പോലും ഇത്ര രീതിയിലൊന്നും ഇടപഴകത്തില്ല. അപ്പം നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഏതാണ് എല്ലാവർക്കും. ഇപ്പം നമ്മൾ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഡെലിവറി എടുക്കുന്നവരുടെ അവസ്ഥയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സത്യസന്ധമായിട്ട് ചെയ്യുന്ന നിങ്ങൾ ഇനിയും ഉയരങ്ങളിലോട്ട് തന്നെ വരണം. സന്തോഷം. സത്യത്തിൽ എന്താ വെച്ചാൽ നാച്ചുറലായിട്ട് വരുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലും കൊള്ളും. ഇതാണ് നമ്മൾ ആഗ്രഹിക്കണുള്ളൂ. കാരണം ഒരുപാട് ആളുകളെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. നമ്മൾ നിൽക്കുന്നത് ഇലക്ട്രോണിക്സ് ഫീൽഡാണ്, നമ്മളെ ബിസിനസ്സും അത് തന്നെയാണ്. പക്ഷെ നമുക്കറിയാം ആഫ്റ്റർ സെയിൽ എന്ന് പറയുന്നത് സർവീസാണ് ഏറ്റവും, ഏതൊരു ബ്രാൻഡിനെയും ബ്രാൻഡ് ആക്കുന്നത് ആക്ച്വലി സർവീസ് തന്നെയാണ്. അപ്പോൾ സർവീസ് എന്ന് പറയുന്നതാണ് ശരിക്കും ഒരു ഫസ്റ്റ് എന്ന് പറയുന്നത്. ആ പ്രിയോറിറ്റിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇനി മുന്നോട്ടും ഈ രീതിയിൽ തന്നെ നിലനിൽക്കട്ടെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും. ഓക്കെ, അതെ, തീർച്ചയായിട്ടും 2 കൂട്ടരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഡെലിവറി മുഹൂർത്തത്തിൽ, അതായത് നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെ കച്ചവട രീതികളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ടിന്, വീഡിയോ കാണുന്ന സപ്പോർട്ടിന് ഉസ്മാൻ ഖാ പറഞ്ഞ പോലെ ഉസ്മാൻ ഖാക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം, നന്ദിയുണ്ട്. അപ്പോൾ ഉസ്മാൻ ഖാക്ക് ഒരു വണ്ടി ഇനി അങ്ങോട്ട് നമ്മൾ കൈമാറാണ്, ഒരു Audi A4. അപ്പോൾ ഇതിൻ്റെ കൊടുത്തതാണ്, ഇനി ഒന്ന് അങ്ങോട്ട് കൊടുക്കട്ടെ. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് കൈമാറുന്നത്. ഇപ്പോൾ ഒരു കൊല്ലത്തുനിന്ന് ഇതുവരെ യാത്ര ചെയ്ത് വന്നതാണ്. അപ്പോൾ നമുക്ക് കീ കൈമാറാം.